ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് കൈമാറിയത് എറണാകുളത്തെ വലിയ ഒരു ലഹരി സംഘമാണെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ അഹിന്ദ മണ്ഡൽ, സൊഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയയിലെ പ്രധാനികളാണ്. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി ഇടപാട് തുടങ്ങിയിട്ട് 7 മാസമായതും മൊഴിയുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്കായി സഹിൻ ആന്റണി നമുക്കൊപ്പമുണ്ട്. സഹിൻ, ഗുരുതരമായ കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഈ പിടിയിലായവർ വലിയ ലഹരി മാഫിയയുടെ കണ്ണികളാണ് എന്നതിനപ്പുറം ഈ വിദ്യാർത്ഥികളിലേക്ക് കഴിഞ്ഞ 7 മാസമായി ഈ കണ്ണികൾ ലഹരി എത്തിക്കുന്നു എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. വിവരങ്ങൾ പറയാം സഹിൻ. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വലിയ സംഘം, എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളുടെ ഒരു വലിയ സംഘമാണ് പിടിയിലായിരിക്കുന്നത്. അഹിന്ദമണ്ഡലും സുഹൈലും ഈ 2 പേരും ഒരു സംഘമായി പ്രവർത്തിച്ചു പോരുകയായിരുന്നു. ഇവർ വലിയ കൂട്ടമാണ്. ആ കൂട്ടത്തിൽ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും എറണാകുളം നഗരം, ഒപ്പം തന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ, കളമശ്ശേരി എന്നീ ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ കഞ്ചാവ് വിൽപ്പന. മാത്രമല്ല ഇവർ കഞ്ചാവ് എത്തിച്ചിരുന്നത് ഒഡീഷയിൽ നിന്നാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുമായി ഇവരുടെ കച്ചവടം ആരംഭിച്ചിട്ട് ഏറെക്കുറെ 7 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവർ ഒഡീഷയിൽ നിന്ന് 3000 രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങുകയും അത് വിദ്യാർത്ഥികൾക്ക് 15 മുതൽ 18,000 രൂപ വരെ നൽകി വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല കടമായും ഇവർ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ സംഘത്തിൽ നിന്നുള്ള ഒരാളെയാണ് ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും 1 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. അങ്ങനെ നിരവധി ആളുകൾ, ഇവരുടെ സംഘത്തിലെ ആളുകൾ തന്നെ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരോട് നേരിട്ടൊരു ബന്ധമുണ്ടായിരുന്നത് മുൻപ് പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിനാണ്. ഷാലിക്കായിരുന്നു ഇവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നത്. ഷാലിക്കിന് 7 തവണ ഇവർ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്ന് ഈ പ്രതികൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. 4 ബണ്ടിലായിരുന്നു നൽകിയിരുന്നത്. അതായത് 4 കിലോ കഞ്ചാവായിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്. ഇതിൽ 2 കിലോ മാത്രമേ പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 കിലോ വിദ്യാർത്ഥികൾ പുറമേക്ക് വിൽപ്പന നടത്തിയെന്നുള്ളൊരു നിഗമനത്തിനാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഒരു വലിയ സംഘം തന്നെയാണ് സേതു. ശരി സഹിൻ, ഈ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഗുരുതരമായ കണ്ടെത്തലുകൾക്കപ്പുറം നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയാണ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തതിന് പിന്നാലെ പുറത്തു വരുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ലഹരി ഏതൊക്കെ തരത്തിൽ വ്യാപിച്ചു വരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.